ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അച്ഛൻ മരണപ്പെട്ടു പോകുന്നത്. അപ്പം വീട്ടിലെ കാര്യങ്ങളും വയ്യാത്ത ഒരു പെങ്ങളുണ്ട് ഏറ്റവും മൂത്തത്, പിന്നെ അല്ലാതെ ഒരു പെങ്ങളുണ്ട്. അപ്പോൾ അവരുടെ ഉത്തരവാദിത്തങ്ങളും വീട്ടിലെ അമ്മ എല്ലാവരെയും ഉത്തരവാദിത്തങ്ങളും നമ്മളായതുകൊണ്ട് നമ്മൾ വിദ്യാഭ്യാസം പാതി വഴിയിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വന്നു. ഗൾഫിൽ നിന്നിട്ട് എൻ്റെ സുഹൃത്തുക്കളുടെ അടുത്ത് വിളിച്ച് ചോദിച്ചു. അപ്പോൾ നല്ലവരാ സുഹൃത്തുക്കളായിരുന്നു. അവരുടെ എനിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അവർ തന്നെ പറഞ്ഞു, വാ നമുക്ക് നോക്കാം. തമിഴ്നാട്ടിലെ നൂർ-ഇസ്ലാം പോളിടെക്നിക് എന്ന് പറഞ്ഞ കോളേജിൽ അഡ്മിഷൻ എടുത്തു തന്നു. അവിടെ പഠിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ആശയം മനസ്സിൽ ഉടലെടുത്ത്. ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അങ്ങനെ അലക്സാണ്ടർ ജേക്കബ് സാറുമായിട്ട് കോൺടാക്ട് ചെയ്തായിരുന്നു. സാറിൻ്റെ നിർദ്ദേശപ്രകാരം അതിന് ആവശ്യമായിട്ടുള്ള ബുക്കുകൾ എനിക്ക് റെഫർ ചെയ്യാനായിട്ടുള്ള അതിനോട് സഹായിച്ച്, അത് കഴിഞ്ഞതിന് ശേഷം ട്രിവാൻഡ്രത്തെ സയൻറ്റിസ്റ്റായിട്ടുള്ള സാറിൻ്റെ അടുത്ത് പ്രവീൺ രാജ് സാറിൻ്റെ അടുത്ത് ഞാൻ പേറ്റൻറ്റിനെ കുറിച്ച് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയുണ്ടായി. അപ്പോൾ സാറ് അതിനു വേണ്ടിയുള്ള സപ്പോർട്ട് ചെയ്തു. ഇതിനകത്ത് കുറച്ച് ഇന്റേണൽ ഫീച്ചേഴ്സ് നമുക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് ടിൻ മാഗസിൻ ആക്കാൻ പറ്റും. കാരണം സിംഗിൾ ബാരൽ ടിൻ മാഗസീനാണ്. നമ്മൾ ഒരു മാഗസീൻ തീർന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് നമ്മൾ എടുത്ത് വെക്കുന്ന ഒരു സമയം ടൈം പീരീഡ് എടുക്കും. പിന്നെ ആ സമയത്ത് നമുക്ക് എയിം അച്ചീവ് ചെയ്യാൻ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ എയിം അച്ചീവ് ചെയ്യാനുള്ള ചിലപ്പോൾ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഇത് ഡ്യുവൽ മാഗസിൻ ആകുമ്പോഴത്തേക്കും ഒരെണ്ണം താഴേക്ക് ആ ബുള്ളറ്റ് തീർന്ന മാഗസിൻ താഴേക്ക് നമ്മൾ പുള്ളി ചെയ്യുമ്പോഴത്തേക്കും ഓട്ടോമാറ്റിക്കായിട്ട് രണ്ടാമത്തെ മാഗസിൻ റൈറ്റ് സൈഡിലുള്ള മാഗസിൻ എക്സാക്റ്റ് പൊസിഷനിലേക്ക് അപ്ലോഡ് ആവുകയാണ് ചെയ്യുന്നത്. മോഷൻ അനുസരിച്ച് വെച്ച് ചെയ്യുന്നുണ്ട്. കറക്റ്റായിട്ട് എക്സാക്റ്റ് ടൈമിൽ വിത്തിൻ സെക്കൻഡ്സിനകത്ത് വെച്ച്, സെക്കൻഡ്സ് എടുക്കത്തില്ല, അതിന് മുന്നേ തന്നെ രണ്ടാമത്തെ ഫയറിംഗ് സെഷനിലുള്ളതിലേക്ക് രണ്ടാമത്തെ മാഗസിനുള്ള ഫയറിംഗ് സെഷൻ ഓപ്പറേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഓൾറെഡി പേപ്പറെല്ലാം ക്ലിയർ ആയിരിക്കുകയാണ്. ആർമി ഡിസൈൻ ബ്യൂറോ ഇപ്പം കൺസേൺ ചെയ്തിരിക്കണം, ആ പേപ്പറിനെ കൺസേൺ ചെയ്തിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക് അറിഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആർമി ഡിസൈൻ ബ്യൂറോ ആണ് ഇപ്പോൾ എൻ്റെ ഇനി ഭാവി തീരുമാനിക്കാനുള്ളത്. സൈന്യത്തിൽ ചേരാൻ സാധിച്ചില്ലെങ്കിലും സൈന്യത്തിന് ഉപകാരപ്പെട്ടേക്കാവുന്ന നിർണായക സാങ്കേതിക സഹായങ്ങൾ നൽകാനാണ് ജയേഷിന്റെ ഈ പരിശ്രമം. പ്രേം ശശിക്കൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ജിബിൻ JB തന്നെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ജിബിൻ, സൈനികനാകാൻ പറ്റാതെ പോകുന്നു, പക്ഷേ അതും ആ ആഗ്രഹം ഉള്ളിൽ ഒതുക്കി പല വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ നാടിനൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരുപാട് പേരെ കുറിച്ച് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ ചെറിയ കാര്യമല്ല. സൈനികനാകാൻ പറ്റില്ല, അതുകൊണ്ട് പല കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നു, അതിന് പേറ്റന്റ് ലഭിക്കുന്നു, സൈന്യത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ പേര് എഴുതി ചേർത്തിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ജയേഷ് പറയുന്നത്? ഇനിയും കൂടുതൽ ആഗ്രഹങ്ങളുണ്ടോ? പൂജ, ഈ ജയേഷിനെ പോലെ പല യുവാക്കളുടെയും ആഗ്രഹമാണ് സൈന്യത്തിൽ എത്തിച്ചേരുക എന്നുള്ളത്. അത് പൂർത്തീകരിക്കുന്ന പലരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ വയനാട് ഉരുൾപൊട്ടൽ തന്നെ നമ്മൾ കണ്ടതാണ്. ക്യാപ്റ്റൻ ഋഷി രാജലക്ഷ്മിയുടെയൊക്കെ സേവനം നമ്മൾ കണ്ടതാണ്. അതുപോലെ ഈ കുട്ടിക്കാലം മുതലേ ജയേഷിനും ആർമിയിൽ ചേരണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. നേരത്തെ ജയേഷ് പറഞ്ഞതുപോലെ തന്നെ ജയേഷ് 10ാം ക്ലാസ്സിലായിരിക്കുമ്പോഴാണ് ജയേഷിൻ്റെ പിതാവ് മരണത്തിന് കീഴടങ്ങുന്നത്. പിന്നീട് ഈ കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ജയേഷിനായിരുന്നു. അങ്ങനെയാണ് സമീപത്തുള്ള ഒരു വർക്ക്ഷോപ്പിൽ മെക്കാനിക്കായി ജോലിക്ക് കയറുന്നതും പിന്നീട് ഗൾഫിലേക്ക് പോകുന്നതും. അവിടെ നിന്ന് എത്തിയതിന് ശേഷമാണ് ഈ സുഹൃത്തുക്കളുടെയൊക്കെ സഹായത്തോടു കൂടി വീണ്ടും ഉപരിപഠനമൊക്കെ തന്നെ നടത്തുന്നത്. പക്ഷേ ജയേഷിൻ്റെ ആ സമയത്തുള്ള സ്വപ്നമൊക്കെ തന്നെ ഈ ആർമിയിൽ എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ സേനയുടെ ഭാഗമാകണമെന്നുള്ള ഒരു താല്പര്യമാണ് ജയേഷിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ജയേഷ് ഈ പഠനത്തിൻ്റെ ഇടയിലും തൻ്റെ സ്വപ്നമായ ആർമിക്ക്, ഈ പട്ടാളക്കാർക്ക് ഈ യുദ്ധഭൂമിയിലൊക്കെ തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സഹായം ഈ പട്ടാളക്കാർക്ക് നൽകണമെന്നുള്ള ജയേഷിൻ്റെ ആഗ്രഹമാണ് ഈ ഒറ്റക്കുഴൽ തോക്കിൽ ഇരട്ട മാഗസിൻ എന്ന ആശയത്തിലേക്ക് ജയേഷിനെ എത്തിച്ചത്. അതായത് പലർക്കും നമുക്ക് മനസ്സിലാക്കണമെന്നില്ല, ഈ ഒറ്റക്കുഴൽ തോക്ക് പലർക്കും മനസ്സിലാക്കും, പക്ഷേ ഈ ഇരട്ട മാഗസിൻ എന്താണ്, അതിൻ്റെ റീലോഡിങ് എന്താണെന്നുള്ള കാര്യമൊക്കെ തന്നെ പലർക്കും സംശയമുണ്ടായിരിക്കാം. അതായത് നമ്മൾ ഈ തോക്കിൽ ഒരു എയിം ചെയ്തുകൊണ്ട് ഫയർ ചെയ്യുന്ന സമയത്ത് സാധാരണഗതിയിൽ തോക്കുകളിൽ ഇരട്ട മാഗസിൻ ഉണ്ടായിരിക്കും, പക്ഷേ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഒരിക്കലും ലോഡാകത്തില്ല. ഈ മാഗസിൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ബുള്ളറ്റുകൾ ചുമക്കുന്ന ഒരു സാധനം, ബുള്ളറ്റുകൾ വയ്ക്കുന്ന ഒരു സാധനമാണ് ഈ മാഗസിൻ എന്ന് പറയുന്നത്. ഒരു മാഗസിൻ തീർന്നു കഴിഞ്ഞാൽ അതിനെ ഊരിയെടുത്തതിന് ശേഷം മാത്രമേ സാധാരണഗതിയിൽ രണ്ടാമത്തെ ഒരു മാഗസിൻ ലോഡ് ചെയ്തുകൊണ്ട് ഫയറിങ്ങിനെ സാധിക്കുള്ളൂ. ആ ഒരു സമയത്ത് നമ്മൾ എയിം ചെയ്ത് വെച്ചിരിക്കുന്ന ശത്രുവിന് മിസ്സാവാനുള്ള സാധ്യതയൊക്കെ തന്നെ ആർമി ഉദ്യോഗസ്ഥർക്കുണ്ട്. അതുകൊണ്ടാണ് ഈ ജയേഷ് ഈ ഒരു കണ്ടുപിടുത്തമായി എത്തി. അതായത് ഒന്നാമത്തെ മാഗസിനിലുള്ള ബുള്ളറ്റുകൾ തീരുമ്പോൾ ഓട്ടോമാറ്റിക്കായി തന്നെ രണ്ടാമത്തെ മാഗസിനും ലോഡ് ആവുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. എന്തായാലും നമ്മളൊരു വർക്ക്ഷോപ്പ് ജീവനക്കാരനാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം വലിയൊരു കണ്ടുപിടുത്തമാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ജീവൻ അതിനെക്കുറിച്ച് വിശദമാക്കിയപ്പോഴാണ് അതിന്റെ കണ്ടുപിടുത്തം അത് എത്രത്തോളം ഉണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലാകുന്നത്. എന്തായാലും സൈനികനാകാൻ പറ്റിയില്ല, അതിന്റെ സങ്കടം ഇപ്പോൾ തീർന്നിരിക്കാം. ഒരുപക്ഷെ താങ്കളുടെ പേരും താങ്കളുടെ ആ കണ്ടുപിടുത്തവും നമ്മുടെ സൈന്യത്തിന് മുതൽക്കൂട്ടാകുന്നു എന്നുള്ളതാണ്. ആശംസകൾ.